എന്താണ് പീഡനം? ശാരീരികമായി പീഡിപ്പിക്കുന്നത് മാത്രമല്ല പീഡനം. ഒരു സ്ത്രീയെ നോട്ടം കൊണ്ട് വേദനിപ്പിച്ചാൽ അതും പീഡനമാണ്. വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചാൽ അതും പീഡനമാണ്. ആർഷ ഭാരത സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് മഹത്തായ സ്ഥാനമാണുള്ളത്. സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, ഭർത്താക്കന്മാർക്ക് താങ്ങും തണലുമായ ഒരു പാവമാണ് സ്ത്രീ. പണിക്കരേട്ടാ, ഞാൻ എന്റെ പ്രസംഗം പ്രാക്ടീസ് ചെയ്തതാ. ഇതുപോലുള്ള പ്രസംഗം കേട്ട് കഴിയുമ്പോൾ എന്നെ പോലുള്ള ആളുകളുടെ റിയാക്ഷൻ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തതാ. പണിക്കരേട്ടാ, എനിക്കിന്ന് ക്ലബിൽ പ്രസംഗിക്കാനുള്ളതാ. നിനക്ക് പ്രസംഗിക്കാനല്ലേ അറിയാവുള്ളൂ, സംസാരിക്കാൻ അറിയാൻ പാടില്ലല്ലോ. പിന്നെ പണിക്കരേട്ടാ, നമ്മുടെ അപ്പുറത്ത് താമസിക്കാൻ വന്ന പത്രാസുകാരിയില്ലേ, അവൾ ഇന്നലെ ക്ലബിൽ വന്നിട്ടേ മെമ്പർഷിപ്പ് വേണോന്ന്. എന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടി അങ്ങ് തീരുമാനിച്ചു അവക്ക് മെമ്പർഷിപ്പ് കൊടുക്കണ്ടാന്ന്. എടി എന്നെ സുന്ദരി അവളെ കാണാനായിട്ട്, എന്നിട്ട് എന്താ മെമ്പർഷിപ്പ് കൊടുക്കാത്തവക്ക്? അതുകൊണ്ട് തന്നെ തീരുമാനിച്ചത് കൊടുക്കണ്ടാന്ന്. അത് മാത്രമല്ല, നാട്ടുകാര് പറയുന്ന അവൾ ആള് തീരെ ശരിയല്ലെന്നാ. നാട്ടുകാരങ്ങനെ പലതും പറയും, നീ അത് കാര്യാക്കണ്ട കമലു. ഇതങ്ങനല്ല പണിക്കരേട്ടാ, അവളുടെ വീട്ടിൽ ഭർത്താവില്ലാത്ത നേരം നോക്കി പലരും വന്നു പോകുന്നുണ്ടെന്നാ കേക്കുന്നത്. എന്റെ കമലു, ഇത് അവരുടെ ബന്ധുക്കാരോ സ്വന്തക്കാരോ അല്ലോ ആയിരിക്കും. അല്ലെന്നേ, ഇത് സംഗതി വേറെയാ. എന്റെ കമലു, നീ വെറുതെ ഊഹാപോഹം പറയരുത്. ഞാൻ മാത്രമല്ല, ഈ നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട്. അതുപോലെയാണോ നീ? നാട്ടുകാർക്ക് വേറെ പണിയൊന്നുമില്ലാതെ വെറുതെ അനാവശ്യം പറഞ്ഞു നടക്കും. പിന്നെ സത്യം എന്താന്ന് ശരിക്കും അറിയാതെ നീ മറ്റുള്ളവരെ കുറിച്ച് പറയാൻ പാടില്ലായിരുന്നു. ഹലോ പണിക്കരേട്ടോ, എന്താ ഒരു തർക്കുമ്പോഴൊക്കെ? ഒരു കാര്യം പറയുമ്പോഴേ അതിന്റെ സത്യാവസ്ഥ ശരിക്കും അറിഞ്ഞിട്ട് വേണം പറയാൻ. എന്ത് കാര്യം? ഇവള് പറയണേ, ആ തെക്കയിലെ സ്ത്രീ ഉണ്ടല്ലോ, ആ പുതിയ താമസക്കാരി, അവള് പെശ കാണുന്നു. അത് സത്യാവാൻ വഴിയൊന്നുമില്ല. പിന്നെ എല്ലാ പണിക്കരേട്ടനല്ലേ കൃത്യമായിട്ട് അറിയാവുന്നത്. പിന്നെ അല്ല, പണിക്കരേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞു? ഇവളിന്നാള് പറഞ്ഞത് കേട്ട് ഞാൻ കിഴക്കിയതില്ല പെണ്ണിന്റെ അടുത്ത്. ഇവള് പറഞ്ഞ വിശ്വസിച്ച് അവിടെ ചെന്നിട്ട് തല്ല് കിട്ടാതെ വന്നത് എന്റെ ഭാഗ്യം. അവള് ഡീസന്റ് ആണെന്ന്. എന്താ നിങ്ങളിപ്പോ പറഞ്ഞത്? അല്ല, നിന്റെ പ്രസംഗം സൂപ്പറാന്ന് പറയായിരുന്നു. ഞാനിപ്പോ ഇങ്ങോട്ട് കയറിയത് അതെന്താന്നറിയോ മുരളി, ഇന്ന് എന്റെ ക്ലബിൽ പ്രസംഗം ഉണ്ട്. എന്താന്നറിയില്ല, എവിടെ ചെന്നാലും എല്ലാരും എന്നെ പ്രസംഗിക്കാൻ അങ്ങ് നിർബന്ധിക്കുക. അവർ പറയും കമലേച്ചി പ്രസംഗിക്കണം, കമലേച്ചി പ്രസംഗിക്കണം. ഈ സംഘാടകരെ കൊണ്ട് ഞാൻ തോറ്റു. എന്റെ കമലു, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പ്രസംഗിക്കുമ്പോ ഒരു ഔചിത്യ ബോധത്തോടു കൂടിയാണ് പ്രസംഗിക്കാൻ. ചുമ്മാ ഇങ്ങനെ വലിച്ചു നീട്ടി സംസാരിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ഒരു അർത്ഥം വേണം സംസാരിക്കുന്നതിന്. നമ്മൾ പ്രസംഗിക്കാൻ വന്ന് നിൽക്കുമ്പോ അത് കഴിഞ്ഞ് കലാകാരന്മാരും കലാകാരികളും മേക്കപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ളൊരു ബോധമെങ്കിലും നമ്മുടെ ഈ പ്രാസംഗികർക്ക് വേണം. അത് പല പ്രാസംഗികർക്കും ഇല്ല. അത് മാത്രമല്ല, അവരൊരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അവരുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. ഇത് ജനങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോന്നും അവരറിയണ്ടേ. കൊച്ചുകുട്ടികളോട് അവരെ പ്രസംഗിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അമേരിക്കയിലെ സാമ്പത്തിക മാന്യത്തെ കുറിച്ചാണ്. മാന്യത്തെ കുറിച്ച് കൊച്ചു കുട്ടികളോടല്ല സംസാരിക്കേണ്ടത്. ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ഇത് തന്നെ ഇപ്പൊ ഒരു വലിയ പ്രസംഗമായല്ലോ. അല്ല, ഇത്രയും പറയാം, കമലേച്ചിന്റെ പ്രസംഗത്തിന് എന്താ കുഴപ്പമുണ്ടായത്? എന്താണ് കുഴപ്പം? ഇവിടുത്തെ ഈ അർത്ഥമില്ലാത്ത സംഭാഷണങ്ങളും പ്രസംഗങ്ങളുമാണ് നമ്മുടെ ഈ സാംസ്കാരിക ലോകത്തെ തന്നെ അധപ്പതിപ്പിക്കുന്നത്. Is it true? അയ്യോ, അത് ഞാൻ പറയണ്ട. കണ്ടകടച്ചാണ് ആശാൻ സ്പോർട്സ് ക്ലബിന്റെ 14ാമത് വാർഷികം ഓണാഘോഷ പരിപാടിയാണ് ഉടൻ തന്നെ നമ്മുടെ ഇതിൽ ആരംഭിക്കാൻ പോകുന്നത്. അതുകണക്ക് തന്നെ കലാമത്സരങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, കലാമത്സരങ്ങൾക്ക് പേരെടുക്കാൻ താല്പര്യമുള്ള കുട്ടികളുടെ ശ്രദ്ധയ്ക്ക്, സ്റ്റേജിന്റെ വടക്കുവശത്ത് കാണുന്ന ക്യൂവിൽ പോയി നിൽക്കാൻ പാടില്ല. അത് വിവറേജിലേക്കുള്ള ക്യൂ ആണ്. അവിടെ ചെന്ന് ക്യൂ ഒന്ന് പൈൻറ്റ് മേടിച്ചടിച്ച് ഇവിടെ നിന്ന് കലാപമൊന്നും ഉണ്ടാക്കല്ലേ. അതുപോലെ തന്നെ മറ്റൊരിപ്പുണ്ട്. കൃത്യം 5 മണിക്ക് തന്നെ നമ്മുടെ ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ പഞ്ചായത്തിന് രോമാഞ്ചമായ, പഞ്ചായത്തിന്റെ അഭിനയ കഞ്ചകുഞ്ചമായ നമ്മുടെ സല്ലമ്മ ചേച്ചിയാണ്. പ്രസിഡന്റ് കൃത്യമായി എത്തുകയും ചെയ്യും, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഹാർദമായി ഞാൻ പ്രസിഡന്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. പരിപാടി സോറി കേട്ടോ. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. വെടിക്കെട്ടുകാരെ വെടി പൊട്ടിച്ചോ? എവിടെ ചെന്നാലും അപമാനം മാത്രമേ ഉള്ളൂ. പ്രിയങ്കരിയായ നമ്മുടെ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ കലാപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ഹാർദമായി ഞാൻ പ്രസിഡന്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏത് വേദി ചെന്നാലും ഞാൻ എൻ്റെ കുടുംബശ്രീയിൽ അയൽക്കൂട്ടിൽ പാടുന്ന ഈശ്വര പ്രാർത്ഥന പാടാതെ ഇന്ന് വരെ ഞാൻ സമ്മേളനം തുടങ്ങിയിട്ടില്ല. തുടങ്ങട്ടെ. അയൽക്കൂട്ടം പെണ്ണുങ്ങൾ അടികൂടും നേരത്ത് ചെരവൻ കൊണ്ടോടിവാ ശാന്തേവാ, ടിവിയിൽ സീരിയൽ തുടങ്ങുന്ന നേരത്ത് കമ്മറ്റി നിർത്തിക്കോണം ശാന്തേവാ.
മണിയെ കൂട്ടിക്കോണം ശാന്തേവാ ശാന്തേവാ ശാന്തേവാ. ശാന്തേവാ. ഞാൻ ഫിനിഷ് ചെയ്താ. എനിക്ക് ഭയങ്കര നാണം. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാടിന്റെ അഭിമാനമായ, നമ്മുടെ കണ്ണിനുള്ളിയായ, നമ്മുടെ രോമാഞ്ചമായ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. തുടങ്ങട്ടെ. വേദിയിലിരിക്കുന്ന അനാശാസ്യ പ്രവർത്തകര്, ദുരിതാശ്വാസ പ്രവർത്തകര്, മറ്റേ അവശിഷ്ട പ്രതിനിധികൾ, മറ്റേ വിശിഷ്ട അതിഥികളെ, മലയാളത്തിൽ ഡബിളമ്മയാണ്, കണ്ടാൽ ത്രിപിളമ്മേനെ പറയൂ. എല്ലാരും പറയാറുണ്ട് കേട്ടോ. നീയും പറയണ്ട കേട്ടോ. പിന്നെ പ്രിയമുള്ളവര്, ഈ സംഘടന രൂപീകരിക്കണമെന്ന വാർത്ത അറിഞ്ഞ നിമിഷം തന്നെ ഈ സമൂഹത്തിലെ പല ഉന്നതന്മാരുമായി ഞാൻ ബന്ധപ്പെട്ടു. പ്രസിഡന്റ് ഫോണിലൂടെ ഫോണിലൂടെ എല്ലാവരും എന്റെ നിഷ്കരണം തഴയുകയുണ്ടായത്. അവസാനമാണ് നമ്മുടെ നാടിന്റെ അഭിമാനമായ, നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണിയായ, നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രനായ ശ്രീ ഉൽപ്രാഷിനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. ഒട്ടും താമസിച്ചില്ല, ഉടൻ തന്നെ ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. ഫോണിലൂടെ ഉടൻ തന്നെ അദ്ദേഹം ഓടിയെത്തുകയും വളരെ സാഹസികമായി, വളരെ നയനമനോഹരമായി, വളരെ ഗംഭീരമായി തന്നെ ഈ നാടിനൊരു സംഘടന രൂപീകരിച്ച നയനമനോഹരമായ ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന് എനിക്ക് എല്ലാവിധ സംസ്കാരങ്ങളും നേരിടും. ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിൽ ഡബിളമ്മയാണെന്ന്. വേണ്ട പറയണ്ട കേട്ടോ. പ്രിയമുള്ളവരെ, ഉൽപ്പലാഷിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 100 നാവാണ്. വളരെ ചെറുപ്രായം മുതൽ അദ്ദേഹത്തെ എനിക്കറിയാം. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കാലഘട്ടം ഞാൻ ഓർത്തുപോണ് പ്രിയമുള്ളവരെ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോരിച്ചെരിയുന്ന മഴയത്ത് പുസ്തകങ്ങളൊക്കെ മാർത്തോടടിക്ക് പിടിച്ചുകൊണ്ട് റോഡിലൂടെ ഞാൻ നടന്നു പോവുകയായിരുന്നു. ഈ ഉൽപ്പലാഷൻ എന്ത് ചെയ്തെന്ന് അറിയുമോ? എൻ്റെ പുറകെ പാത്തും പതുങ്ങിയും വന്നിട്ട് എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചൊരു പട്ടിയെ കല്ലെറിഞ്ഞോടിച്ച വ്യക്തിയാണ് അദ്ദേഹം. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള നാട്ടുകാരെ, കൃത്യം 6 മണിക്ക് തന്നെ നമ്മുടെ കഥാപ്രസംഗ ലോകത്തെ മുടിച്ചൂടാമൻ എന്നറിയപ്പെടുന്ന KD രാജപ്പൻ അവതരിപ്പിക്കുന്ന ഹാസ്യകഥാ പ്രസംഗം ഈ വേദിയിൽ ആരംഭിക്കുന്നതാണ്. അതുവേണ്ടി രായപ്പൻ ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. എന്റെ പേര് രായപ്പൻ, എന്റെ കഥയുടെ പേര് ആമിട്ട്. കല്ലെടുത്തു കീച്ചരുതേ നാട്ടാരെ, എല്ലു വലിച്ചൂരരുതേ നാട്ടാരെ, അയ്യോ കല്ലെടുത്തു കീച്ചരുതേ നാട്ടാരെ. കപ്പക്കിടവഴി കമുകിന്നിടവഴി, കപ്പക്കിടവഴി കമുകിന്നിടവഴി ഓടുമേ ഞാൻ ചാടുമേ, ഒറ്റ കുതിപ്പിന് വേലികളൊക്കെ ചാടുമേ. പാത്തിരുന്നെറിയരുതേ നേരിട്ടെറിയണമേ, പാത്തിരുന്നെറിയരുതേ നേരിട്ടെറിയണമേ. കഥകളി പല വഴി കുമളിയിൽ അതുവഴി സകലതും പറയുമേ സൂര്യന് നെല്ലിയുമേ. എൻ്റെ അമ്മ എന്റെ കഥ പുതിയ കഥ. എടാ കുഞ്ഞെ, എടാ ഞാൻ ഈ കഥാപുസ്തകത്ത് കൊണ്ട് എന്റെ പാട്ടുപുസ്തകം കാണുന്നില്ലെന്ന്. ചേട്ടാ, പാട്ട് പുസ്തകം നമുക്ക് നോക്കിയെടുക്കാം. ചേട്ടൻ വന്നേ. ആദ്യം നമുക്ക് ഓഡിയൻസോടൊന്ന് പരിചയപ്പെടാം. എവിടെയാണ് ചേട്ടന്റെ സ്ഥലം? എന്റെ സ്ഥലം കോട്ടയം ടൗണിൽ നിന്ന് 3 മൈൽ നടന്നാൽ നാട്ടകം കുന്നിൻ പുറം കാണാം. നമുക്ക് നാട്ടകം കുന്നിൻ പുറം കാണാം. നമുക്ക് കോട്ടയം ടൗണിൽ നിന്ന് 3 മൈൽ നടന്നാൽ നാട്ടകം കുന്നിൻ പുറം കാണാം. അത്രയ്ക്ക് നയന മനോഹരമായ ഗ്രാമമാണ് എന്റെ വേരൂർ ഗ്രാമം. എന്ത് നയന മനോഹരം ചേട്ടാ. ചേട്ടാ, ഗ്രാമഭംഗിയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ വേണം. എന്തോന്നു? ഞങ്ങളുടെ നാട്ടിൽ സിന്ധു, ഗംഗ, യമുന, ബ്രഹ്മപുത്രയൊക്കെ പരന്നൊഴുകല്ലേ. അത്രയല്ലേ ഉള്ളൂ. എടാ കുഞ്ഞ, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. എന്റെ വീടിന്റെ അകത്തുകൂടാ സരള, രമണി, ശാന്ത ഇവരൊക്കെ കടന്ന് നിരങ്ങുന്നത്. ചേട്ടന്റെ കുടുംബം ഒരു വലിയ കലാകുടുംബം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്റെ പൊന്നു മോൻ, എന്റെ കുടുംബം ഭയങ്കര കലാകുടുംബാണോ? അച്ഛൻ പാട്ട് പാടുവോ? ഇല്ല. അമ്മ പാട്ട് പാടുവോ? ഇല്ല. മുത്തച്ഛൻ ഇല്ലെന്നല്ലോ. പിന്നെ അങ്ങനെ കലാകുടുംബമായി? എന്റെ പൊന്നു മോനെ, എന്റെ അമ്മയുടെ പേരാ കല. അമ്മയാ കുടുംബം നടത്തുന്നത്. അങ്ങനെ കലാകുടുംബം. കലാകുടുംബമല്ലേ? എന്റെ ബുക്ക് കാണുന്നില്ല. എന്റെ പൊന്നു ചേട്ടാ, നമുക്ക് ബുക്ക് നോക്കിയെടുക്കാം. ഇനി വന്നാ പറയട്ടാ. 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ചേട്ടൻ ഈ സ്പോർട്സിനെ കുറിച്ച് ചേട്ടൻ അഭിപ്രായം? എന്റെ പൊന്നു മോനെ, ഞാൻ ഭയങ്കര സ്പോർട്സുകാരനാണല്ലേ. പിന്നെ അങ്ങനെയാണെങ്കിൽ ചേട്ടന് ഇഷ്ടപ്പെട്ട സ്പോർട്സിന്റെ ഐറ്റം ഏതാ? ഓട്ടം തുള്ളൽ. ചേട്ടാ, അതൊരു ആർട്സ് അല്ലേ? അങ്ങനെ പറയരുത്. അതെന്താ? ഓട്ടം എന്തുവാ? ഓട്ടം സ്പോർട്സ് ആണ്. തുള്ളൽ എന്തുവാ? അത് സ്പോർട്സ്. അപ്പൊ ഓട്ടം തുള്ളൽ. കുഞ്ഞ എന്റെ ബുക്ക് കാണുന്നില്ല. ചേട്ടാ, ബുക്ക് നോക്കിയെടുക്കാം. ഇനി വന്നാ പറയട്ടാ. ഇനി വന്നേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ PT ഉഷയ്ക്ക് ഒളിമ്പിക്സിൽ സ്വർണം കിട്ടിയ ഐറ്റം ഏതാ? ചാക്കിലോട്ടം. ചേട്ടൻ ചാക്കിലോട്ടം അല്ല, നീന്തൽ അല്ലെന്ന്. വാഴപ്പിണ്ടി കയറ്റം.
നശിപ്പിച്ച്. ഒരു ഉദാഹരണം ഞാൻ പറയാം. പറയൂ. ഇപ്പൊ ചേട്ടനും ചേട്ടന്റെ കൂട്ടുകാരും കൂടെ നിങ്ങളുടെ ഗ്രാമത്തിലിരുന്ന് ചീട്ട് കളിക്കുന്നു. ഞാനും എന്റെ കൂട്ടുകാരും കൂടെ ഗ്രാമത്തിൽ നിന്ന് ചീട്ട് ചീട്ട് കളിക്കുന്നു. ഒരു പോലീസ് വണ്ടി ചീറിപ്പാഞ്ഞു വന്ന് നിൽക്കുന്നു. പോലീസ് ജീപ്പ് ചീറിപ്പാഞ്ഞു വന്ന് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനോട് തോടും. അങ്ങനെയാണെങ്കിൽ പീച്ച് ഉഷയ്ക്ക് സ്വർണം കിട്ടിയത് ചീട്ട് കളി. എന്റെ ബുക്ക് കാണുന്നില്ല. ബുക്ക് നോക്കാം. ഇങ്ങനെ ഇങ്ങനെ എന്താ? ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കുക. എന്താണ്? ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞ ഞാൻ മദ്യവെക്കത്തില്ല. ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ട്. എന്നെ പറഞ്ഞ് നാണം കെടുത്തത് ഞാൻ മദ്യവെക്കത്തില്ല. മദ്യപിച്ചു കാര്യണ്ടല്ല. ചേട്ടാ കലാകാരന്മാർക്ക് പറഞ്ഞിട്ടല്ല മദ്യവും മധുരാക്ഷിയും ഒന്നും. എന്തോന്ന് മദ്യവും മധുരാക്ഷിയും കലാകാരന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. എന്റെ പൊന്നു മോനെ ഈ മദ്യം എന്ന് പറഞ്ഞ മനസ്സിലായി. ഈ രണ്ടാമത് പറഞ്ഞ മദിരാശി. മധുരാക്ഷി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ നടക്കുന്ന സ്ത്രീകളെ മധുരാക്ഷികൾ എന്ന് പറയുന്നു. എന്തോന്ന് ചേട്ടാ സമൂഹത്തിൽ ഏറ്റവും വൃത്തികെട്ടമായി നീചമായി നടക്കുന്ന സ്ത്രീകളെ മധുരാക്ഷികൾ എന്ന് പറയുന്നു. എന്റെ ദൈവമോ, എന്ത് വൃത്തിയുടെ കാണിച്ചത്? എന്റെ പൊന്നു മോനെ നീ മദ്രാശിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ ബുക്ക് വെച്ച സ്ഥലം ഓർത്തത്. അയ്യോ കല്ലെടുത്തു വീഴ്ചരുതേ നാട്ടാ